നാനോ ടെക്നോളജി അല്ലെങ്കിൽ ഒരു 3 സ്റ്റെം സെൽസ് ഉണ്ട്. റെഡ് പീച്ച്, ജബുട്ടിക്കാവ, ഗ്രീൻ ആപ്പിൾ. ബാക്കിയുള്ളത് എക്സ്ട്രാക്ട്സും. എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഹെർബ്സിന്റെ റൂട്ട്സ് ഉണ്ട്, ബാർക്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഇങ്ങനെ വേരിയസ് മെഡിസിനൽ പ്രോപ്പർട്ടി കൂടുതലുള്ള പാർട്ട് നമ്മൾ അതിന്റെ എക്സ്ട്രാക്ഷൻ എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ നാനോ ടെക്നോളജി പ്രോസസ് ആയതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഫൈനൽ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂയന്റ് നോക്കുമ്പോൾ മോളിക്കുലർ സൈസ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് സബ്ലിംഗ്വൽ റൂട്ടിൽ അബ്സോർപ്ഷൻ ഈസി ആയിട്ട് ഫെസിലിറ്റേറ്റ് ആവും. അപ്പം മോളിക്കുലർ സൈസ് കൂടുതലാകുമ്പം വി ഹാവ് ടു ടേക്ക് ഓറൽ റൂട്ട്, വേറെ അത് റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പം ടെക്നോളജി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നാവിന്റെ അടി വെച്ച് എടുക്കാം സബ്ലിംഗ്വൽ. അപ്പൊ എല്ലാം മരുന്ന് അത് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ എഫിക്കസി ഫാസ്റ്റ് ആയിരിക്കും, അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആയിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും, മെറ്റബോളിസം ഫാസ്റ്റ് ആയിരിക്കും, എക്സ്ക്രീഷനും ഫാസ്റ്റ് ആയിരിക്കും. അതുമല്ലാതെ എക്സ്ക്രിട്ടറി ഓർഗൻ പർട്ടിക്കുലർലി സ്കിൻ, ലിവർ, കിഡ്നി അതിന് ലോഡും കുറവായിരിക്കും. അപ്പൊ മിനിമം ഡോസേജിൽ നമുക്ക് മാക്സിമം എഫിക്കസി കിട്ടും. അപ്പൊ ഒരു പൗച്ചോ ജസ്റ്റ് 1.5 ഗ്രാമേ ഉള്ളൂ, 1.5 ഗ്രാമേ ഉള്ളൂ. അതില് നമുക്ക് മിനിമം ഡോസേജിൽ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടും. അപ്പൊ 3 സ്റ്റെം സെൽ ആസ് ഐ സെഡ് ഏർലിയർ 3 സ്റ്റെം സെൽസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാക്ട്സും ഉണ്ട്. അതൊരു ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ ടെക്നോളജി. അത് നാനോ ടെക്നോളജി പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ ടെക്നോളജി. ഫിൽറ്റേഴ്സ്, മൈക്രോ സൈസ്ഡ്, നാനോ സൈസ്ഡ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ടെക്നോളജി അത്. അപ്പം എന്താന്ന് വെച്ചാൽ ഒരു ഹെർബിള് നമുക്ക് ടാർഗറ്റഡ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ഡിസൈർഡ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും കുറവായിരിക്കും. മെഡിസിനലി ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഈസ് ദ വൈ ഡോസേജും കുറവായിരിക്കാൻ കാരണം. വിത്ത് മിനിമം ഡോസേജ് നമുക്ക് മാക്സിമം എഫിക്കസി ഉണ്ട്. സബ്ലിംഗ്വൽ റൂട്ട് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ പാർട്ട്ലി നമ്മളത് നാവിന്റെ അടി വെക്കുമ്പോൾ ഒരു പാർട്ട് ബ്രെയിനിലേക്കും ഒരു പാർട്ട് ഹാർട്ടിലേക്കും ഡയറക്റ്റ് ആയിട്ട് ഇറ്റ് റീച്ചസ്. അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ആകും. ഹാർട്ടിൽ നിന്ന് മറ്റേ ഏരിയയിൽ ഡിസ്ട്രിബ്യൂഷൻ ആകും. പിന്നെ പർട്ടിക്കുലർലി നെർവ് സ്റ്റിമുലന്റ് ആയത് എലിക്സർ മിക്സിന്റെ മേജർ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടെർപിനോയിഡ്സ്, സാപ്പോണിൻസ്, ഇങ്ങനത്തെ കുറെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുമല്ലാതെ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, പിന്നെ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് ഉണ്ട്. മെയിൻലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇഫക്റ്റീവായി ഇരിക്കണമെങ്കിൽ വേറെ റൂട്ട് എടുക്കുമ്പം അതിന്റെ എഫിക്കസി കുറയും. അതാ എലക്ഷൻ മിക്സ് നമ്മൾ എടുക്കുമ്പം ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം സ്റ്റിമുലേറ്റ് ദി നെർവസ് സിസ്റ്റം. ആഫ്രോഡിസിയാക് ഏജന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നെർവ് സ്റ്റിമുലന്റ് എന്ന് പറയാം. ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി കൂടുതലുണ്ട് അതിന്. അപ്പം അതിന് റൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഓറൽ റൂട്ട് ആകുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. ചിലപ്പം ബയോ അവൈലബിലിറ്റി നഷ്ടപ്പെടും. ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. സബ്ലിംഗ്വൽ ആകുമ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് വി ക്യാൻ ബൈപാസ്. ഫാസ്റ്റ് ആയിട്ട് ബ്രെയിൻ സെൽസിൽ എൻ്റർ ആകും. സോ ഇറ്റ് ആക്ടിവേറ്റ്സ് ദ നെർവസ് സിസ്റ്റം, ബോത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് PNS, പാരാസിമ്പത്തറ്റിക് നെർവസ്. അപ്പൊ എൽഡർലി ഏജ് അല്ലെങ്കിൽ വളരെ വീക്ക് ആയിരിക്കുന്ന ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ പെട്ടെന്ന് എനർജി കിട്ടുന്നുണ്ട് അവർക്ക്. അതിന്റെ മെയിൻ റീസൺ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തുവാ? നെർവ് കണ്ടക്ഷൻ. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് കെമിക്കൽ നെർവ്സിന്റെ സിഗ്നലിലും. ഓക്കെ, നെർവ് സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ബോത്ത് വേ, രണ്ട് വേയിൽ അത് ആക്ട് ചെയ്യണം.
ഫ്രം ബ്രെയിൻ ടു മറ്റേ ബോഡി പാർട്സ്, പിന്നെ ബോഡി പാർട്സിൽ ടു ബ്രെയിൻ. രണ്ട് സൈഡ്, 2 വേ ആക്ഷൻ ഉണ്ട് അതിന്. അപ്പൊ അതിന് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നടക്കുന്നത് വെച്ചാൽ ത്രൂ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ എലിക്ഷൻ മിക്സ് ഫുള്ളി എന്താന്ന് പറഞ്ഞാൽ ലോഡഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ഇതിന്റെ ഫാസ്റ്റ് റിസൾട്ട് അതാ. ദാറ്റ്സ് എ റീസൺ. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ ഡോപ്പമിൻ, അസൈൽകോളിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഇങ്ങനത്തെ സബ്സ്റ്റൻസ്. ഇത് പാർട്ട്ലി ബ്രെയിനിൽ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, ഹൈപ്പോതലമസ്. പിന്നെ ഗട്ടിലും പ്രൊഡ്യൂസ്, ഗട്ട് എന്ന് പറയുമ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ്, ഓക്കെ, പ്രൊഡ്യൂസ് ആകുന്നുണ്ട് സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ 2 ഓർഗണാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വേറെ എവിടെയും സിന്തസൈസ് ആകുന്നില്ല. ഒന്ന്, നെർവസ് സിസ്റ്റം ചാർജ് ആയിട്ട് വളരെ അതിന്റെ റിഫ്ലക്സ് ആക്ഷൻ ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ, പ്രോംപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ലെവൽ കറക്റ്റ് ആയിട്ട് വേണം. അപ്പം അതിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ആകാൻ അല്ലെങ്കിൽ സിന്തസൈസ് ആകാൻ മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്താന്ന് വെച്ചാൽ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. റൈറ്റ്. സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സിന്തസിസ് പ്രോപ്പർ ആയിട്ട് നടക്കും. ഒന്ന്. രണ്ടാമത്, ബോഡിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡെപ്പോസിറ്റ് കാണും ബോഡിയിൽ. അത് സെക്രീറ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ സിന്തസിസ് ആകണമെങ്കിൽ സർട്ടൻ ആക്ഷൻസ് ആർ റിക്വയർഡ്. സ്റ്റിമുലേഷൻ വേണം. ഒക്കെ ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്താല്, ഇപ്പൊ OTP നമ്മൾ ട്രിഗർ ചെയ്യുമ്പം OTP പ്രൊഡ്യൂസ് ആകും അല്ലെ, അതേപോലെ സർട്ടൻ തിങ്സ് ആർ റിക്വയർഡ് ടു ട്രിഗർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് എന്താന്ന് വെച്ചാൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എക്സസൈസ്, നമുക്ക് പിടിച്ച നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പം, അല്ലെങ്കിൽ മ്യൂസിക്, നല്ല സോഫ്റ്റ് മ്യൂസിക് കേൾക്കുമ്പം അല്ലെ, മെഡിറ്റേഷൻ ചെയ്യുമ്പം, യോഗ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക്, ഹാർഡ് വർക്ക് ചെയ്യുമ്പം, ഓക്കെ, സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് എന്താന്ന് വെച്ചാൽ അത് ട്രിഗർ ആവും. അപ്പൊ ഓട്ടോമാറ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവും. പെറ്റ് ആനിമൽസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഗ്രാൻഡ് ചിൽഡ്രൻ, ചെറിയ പിള്ളേരോട് ചെലവ് ചെയ്യുമ്പോൾ, ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റിമുലേഷൻ നടക്കും. അപ്പൊ സ്റ്റിമുലേഷൻ നടക്കുമ്പം അവിടെ ഡെപ്പോസിറ്റ് വേണം. അവിടെ എംപ്റ്റി ആണെങ്കിൽ സ്റ്റിമുലേഷൻ നടന്നിട്ട് കാര്യമില്ല. ഓക്കെ, റൈറ്റ്. ഡെപ്പോസിറ്റ് പ്രോപ്പർ ആയിട്ട് ചില ആൾക്കാരെ കാണാം. ഓക്കെ, അവർ പ്രോപ്പർ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്തെങ്കിലും സ്റ്റിമുലേറ്റ് ആയാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആകും. പക്ഷേ സ്റ്റിമുലേഷൻ അവിടെ ലാക്കിങ് ആയിരിക്കും. അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഈ എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 4 to 5 ടൈപ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മാത്രം റിലീസ് ആകും. പക്ഷേ സെക്ഷുവൽ ഇന്റർകോഴ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ വെൻ യു ലവ് സംബഡി, ഒരു ഓപ്പോസിറ്റ് സെക്സ്, മെയിൽ ഫീമെയിൽ, ഓക്കെ, ഒരു ഇഫ് യു ഹാവ് എൻ അഫെയർ ഉണ്ടെങ്കിൽ ഓൾ ഈ എല്ലാ ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും സിന്തസൈസ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സെക്സ് ഈസ് എ നോട്ട് ഫോർ പ്ലഷർ, ഇറ്റ് ഈസ് ഫോർ ഹെൽത്ത്. എല്ലാം കംപ്ലീറ്റ് ഡോപ്പമൈൻ, അസിറ്റൈൽകോളിൻ, സെറോട്ടോണിൻ, വാസോപ്രസിൻ, നോറഡ്രിനലിൻ, എല്ലാ ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്ററും സ്റ്റിമുലേറ്റ് ആകും, സിന്തസിസ് ആകും. കാരണം അതിനെ സ്റ്റിമുലേഷൻ ചെയ്യാൻ ഈ ഒറ്റ ഒരു വിഷയം മതി. അപ്പൊ ഇന്ന് ഇന്ത്യയില് പർട്ടിക്കുലർലി ഒരു സർട്ടൻ ഏജിന് ശേഷം, സേ ഫോർ എക്സാമ്പിൾ 40-45 ആ വയസ്സൊക്കെ ആകുമ്പോ എന്താന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഈസ് ഡിക്ലൈനിങ്. സെക്ഷൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. ആൾക്കാർ എന്താ ഒത്തിരി സ്പിരിച്വൽ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതുമല്ലാതെ അവരുടെ മക്കള് വലുതാകുമ്പം ഈ ആക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സ്റ്റിമുലേഷൻ, ട്രിഗർ നടക്കുന്നില്ല.
അതുകൊണ്ട് നെർവസ് സിസ്റ്റം വീക്ക് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഫോക്കസ്ഡ് ആയി കോൺസെൻട്രേഷൻ വേണമെങ്കിൽ സെക്ഷൽ ആക്ട് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എലിക്സിർ മിക്സ് അങ്ങനത്തെ ഒരു സപ്ലിമെന്റ് ആണ്. ഓക്കെ, ആൾക്കാർക്ക് നഷ്ടപ്പെട്ട ഈ സെക്ഷൽ ഫങ്ഷന് റെസ്റ്റോർ ചെയ്ത് തരും, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. അങ്ങനത്തെ ഒരു വളരെ വണ്ടർഫുൾ ആയ ഒരു സപ്ലിമെന്റ്. അത് thereby it takes care of the entire central nervous system. ഈ ഒരു ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് സംഭവിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ യുവർ CNS becomes active. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഓക്കെ, അങ്ങനത്തെ റിലേറ്റഡ് മെമ്മറി ലോസ്, ഡെമെൻഷ്യ, അങ്ങനത്തെ ഒത്തിരി അസുഖങ്ങൾ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഒന്ന്. രണ്ടാമത് പുരുഷന്മാർക്ക് എന്താന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലത്തിന് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ആർക്കാ കൂടുതൽ വരുന്നത്? സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലാത്ത പുരുഷന്മാർക്കാ വരുന്നത്. ഓക്കെ, രണ്ട് വിഷയം. ഒന്ന്, ഇല്ലാത്ത കൊണ്ട്, സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലാത്ത കൊണ്ട് എന്തുവാ അവിടെ ഇൻഫ്ലമേഷൻ തുടങ്ങും. ഒന്ന്. രണ്ടാമത്, സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലാത്ത കൊണ്ട് ലിബിഡോ കൂടും. ലിബിഡോ കൂടുമ്പോ എന്തുവാ? ടെസ്റ്റോസ്റ്റെറോണിന്റെ ലെവൽ കുറയുന്നത് കൊണ്ട് ലിബിഡോ കൂടുന്നത്. ഓക്കെ, ടെസ്റ്റോസ്റ്റെറോൺ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഫോർ മെയിൻറ്റെയിനിങ് പ്രോസ്റ്റേറ്റ് ഹെൽത്ത്. അപ്പൊ ഒരു പുരുഷന് പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂ വന്നാൽ, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിറ്റിസ്, അതിനെ അഡ്രസ് ചെയ്യാതെ വിട്ടാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരെ പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ പ്രോസ്റ്റേറ്റ് വരാതെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ സിമ്പിളാ, യു മസ്റ്റ് ബി സെക്ഷലി ആക്റ്റീവ്. ഓക്കെ, അതേപോലെ സ്ത്രീകൾക്ക്, സെക്ഷലി ഇനാക്റ്റീവ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താ പ്രശ്നം? യൂറിനറി ബ്ലാഡർ ബിക്കംസ് വെരി വീക്ക്. ഓക്കെ, അവർക്ക് യൂറിനെ ഹോൾഡ് ചെയ്യുന്ന ആ കപ്പാസിറ്റി തീരെ കുറയും. ഓക്കെ, മൂഡ് സ്വിങ് ആകും. ഓക്കെ, ഇങ്ങനെ വേറെ കുറെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. ഈവൻ ദാറ്റ് ഇൻഡയറക്ട്ലി ഇറ്റ് അഫക്ട്സ് തൈറോയ്ഡ് ഫങ്ഷൻ ഓൾസോ. ഓക്കെ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആകും. ഓക്കെ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. രണ്ടാമത്, നല്ല സ്ലീപ്പ് കിട്ടും. ഓക്കെ, ഒത്തിരി കാലറീസ് നമുക്ക് ബേൺ ചെയ്യാം. ഓക്കെ, thereby മെറ്റബോളിക് ഫങ്ഷൻ ഇംപ്രൂവ് ആകും. ഇങ്ങനെ കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എലിക്സിർ മിക്സ് ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന. ഓക്കെ, മെയിൻലി സെക്ഷൽ ഫങ്ഷൻ. ഓക്കെ, സെക്ഷൽ സപ്ലിമെന്റ് എന്ന് പറയുമ്പം ബോത്ത് മെയിൽ ഫീമെയിൽ കഴിക്കുമ്പം ജെൻസിന്, പുരുഷന്മാർക്ക് എന്താ ഇപ്പം വരുന്ന പ്രോബ്ലം? കൂടുതൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, പ്രിമേച്ചർ റിജാക്ഷൻ ഉണ്ട്, സ്പേം കൗണ്ട് കുറവുണ്ട്, വിസ്കോസിറ്റി അഫക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. സ്ത്രീകളാകുമ്പം അവർക്ക് എന്താ ഇറഗുലർ സൈക്കിൾ ഉണ്ട്, എൻഡോമെട്രിയോസിസ്, ഔട്ടർ യൂട്രസ് വാൾ തിക്കണിങ് ഉണ്ട്, പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം PCOD വരുന്നുണ്ട്. ഓക്കെ, ഫൈബ്രോയിഡ്സ് വരുന്നുണ്ട്, ഫെലോപ്പിയൻ ട്യൂബിൾ ബ്ലോക്സ് വരുന്നുണ്ട്. ഓക്കെ, എഗ് പ്രൊഡക്ഷൻ അഫക്റ്റ് ആകുന്നുണ്ട്, പ്രോപ്പർ ഓവ പ്രൊഡ്യൂസ് ആകുന്നില്ല. ഓക്കെ, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസും വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഹാർമോൺ ഇംബാലൻസ് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു സെക്ഷലി ആക്റ്റീവ് ആകുമ്പോ എന്താന്ന് വെച്ചാൽ എലിക്സിർ മിക്സ് എടുക്കുമ്പം ഒരു സ്ത്രീ സെക്ഷലി ആക്റ്റീവ് ആകും. അതോടെ കൂടെ എന്താന്ന് വെച്ചാൽ ഈ ഫങ്ഷൻസ് എല്ലാം ഇംപ്രൂവ് ആയിക്കോളും. ഓക്കെ, വി കൻ പ്രിവെന്റ് എൻഡോമെട്രിയോസിസ്, PCODs, സൈക്കിൾ ബിക്കം നോർമൽ, റെഗുലർ. ഓക്കെ, ഓവർ ബ്ലീഡിങ്, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരത്തില്ല. മെനോറേജിയ, എമെനോറിയ, ഡിസ്മെനോറിയ, ഓക്കെ, ഈ പ്രോബ്ലം ഒന്നും വരത്തില്ല. വി കൻ പ്രിവെന്റ്. റൈറ്റ്. പിന്നെ 45 അബോവ് ഏജ് ഉള്ള സ്ത്രീകൾക്ക് എന്താന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് എടുക്കുമ്പോൾ വി ക്യാൻ പോസ്റ്റ്പോൺ മെനോപോസ്. ഓക്കെ, മെനോപോസ് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ ഹോർമോൺസിന്റെ ലെവൽ കുറയും, പർട്ടിക്കുലർലി ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ എന്താന്ന് വെച്ചാൽ അവര് ദേ ആർ വൾനറബിൾ ടു ഗെറ്റ് ഹാർട്ട് അറ്റാക്ക് വരാൻ അവർക്ക് ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ചാൻസസ് കൂടുതലാണ് അവർക്ക്. അതേപോലെ സ്ട്രോക്ക് വരാൻ ചാൻസസ് കൂടുതലില്ല. ഏജ് ആകും വേഗം, സ്കിൻ ഹെൽത്ത് നഷ്ടപ്പെടും. ഓക്കെ, ബോൺ ഹെൽത്തും നഷ്ടപ്പെടും. ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ ആർത്തറിറ്റിസ്, എല്ലാ ഇഷ്യൂസും വരും. അപ്പൊ ഈസ്ട്രജൻ വളരെ ഇമ്പോർട്ടന്റ് അവർക്ക്.
ഓക്കെ. പീരീഡ് കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന സ്ത്രീകൾക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇതുവരെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല. ഓക്കെ, സോ വി ക്യാൻ പോസ്റ്റ്പോൺ ദെയർ മെൻസ്ട്രുവേഷൻ. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എലിക്ഷൻ മിക്സ് എടുക്കും. ഓക്കെ, സെക്ഷൽ പ്രോബ്ലം, പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, മെനോപാസ്, ഈ ഏരിയ എല്ലാം നമുക്ക് ഇംപ്രൂവ്മെന്റ് കിട്ടും. പിന്നെ വളരെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടിയും കൂടുതലാണ്. ഓക്കെ, ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ ആൽഷിമേഴ്സ്, മെമ്മറി ലോസ്, അങ്ങനത്തെ ഏരിയയിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് കിട്ടും. പിന്നെ ബോഡി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഏതാ? ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ആകുന്ന സിസ്റ്റം ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതിന്റെ മെയിൻ ഫംഗ്ഷൻ, എലിക്ഷൻ മിക്സിന്റെ മെയിൻ ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റത്തിനെ ചാർജ് ആക്കും, അതിനെ ക്ലെൻസ് ആക്കും. ഓക്കെ, സോ സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്, ദാറ്റ് ഈസ് ഓൾസോ രണ്ടും കാരണം ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഏതാ? ബോത്ത് നെർവസ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം രണ്ടും ചേർന്നാൽ പുട്ടുകതർ 1,61,000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത്ര വളരെ ലെങ്ത്, ലാർജ് ഏരിയയിൽ ഇത് ട്രാവൽ ചെയ്യും. രണ്ട് സിസ്റ്റത്തിനും ഇത് ചാർജ് ആക്കും. ഓക്കെ, കാരണം നൈട്രിക് ഓക്സൈഡ് ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ ഡൈലേഷൻ സംഭവിക്കും. ഓക്കെ, ബ്ലഡ് വെസൽ ഡൈലേഷനും അതുകൊണ്ട് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിട്ട് സംഭവിക്കും. അപ്പം ന്യൂട്രിയൻസ്, ഓക്സിജൻ റീച്ച് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ദയർബൈ പിന്നെ സ്റ്റെം സെൽസ് ആക്ടിവേഷൻ പ്രോപ്പർ ആയിട്ട് സംഭവിക്കും, ടോക്സിൻസ് റിമൂവൽ നടക്കും, സർക്കുലേഷൻ മൈക്രോവാസ്കുലർ ലെവലിൽ സർക്കുലേഷൻ ഇംപ്രൂവ് ആകും, ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യും, പിന്നീട് ബ്ലഡിന്റെ pH ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ആകും. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ ഒരു സപ്പോർട്ട് കിട്ടും ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. ഓക്കെ, അതാ മെയിൻ അഡ്വാൻറ്റേജ്. സോ 18 വയസ്സിന് മുകളിൽ എല്ലാവർക്കും കൊടുക്കാം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ് അവോയ്ഡ് ചെയ്യണം. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, സ്ത്രീകളും അവോയ്ഡ് ചെയ്യണം. ബാക്കി എല്ലാവർക്കും കാർഡിയാക് പേഷ്യൻസ്, ഓക്കെ, അൺകൺട്രോൾഡ് ഹൈപ്പർടെൻസീവ് പേഷ്യൻസ്, സ്ട്രോക്ക് പേഷ്യൻസ്, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, ഓക്കെ, ബൈപാസ് സർജറി, അവർ എല്ലാ പേഷ്യൻസും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ് മാത്രം എടുക്കണ്ട, ബാക്കിയുള്ളവർക്കെല്ലാം സപ്ലിമെന്റ് നമുക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സപ്ലിമെന്റ് ആണ്, 100% നാച്ചുറൽ. ഓക്കെ, ഈ റിസൾട്ടും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഡൗട്ട്സ് വരും, സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വല്ലതും ഇതിൽ മിക്സിംഗ് ഉണ്ടോ, മെറ്റൽസിന്റെ അഡീഷൻ ഉണ്ടോ എന്നൊക്കെ ഡൗട്ട്സ് വരും. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിനിക്കലി ടെസ്റ്റഡ്. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വി ക്യാൻ റെക്കമെൻഡ്, നമുക്കും കൺസ്യൂം ചെയ്യാം, ഫ്രീ ഫ്രം സ്റ്റീറോയിഡ്സ് ആൻഡ് മെറ്റൽസ്. ഓക്കെ, 100% നേച്ചർ ആൻഡ് 100% സേഫ്. സോ 18 വയസ്സിന് മേലുള്ള എല്ലാവർക്കും പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് സപ്ലിമെന്റ് നമുക്ക് ഹൈ ഹെൽത്ത് ഇംപ്രൂവ് ആകും. ഓക്കെ, നോസ്ട്രിൽ ഹെൽത്ത്, ഇയർ ഹെൽത്ത്, ഹെയർ ഗ്രോത്ത്, ലങ് ഹെൽത്ത്. ലങ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ലങ്സിന്റെ എക്സസൈസ് പെർഫോമൻസ്, കോർഡിസെപ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എക്സസൈസ് പെർഫോമൻസ് ഇംപ്രൂവ് ആകും. ഇപ്പൊ വാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എലിക്ഷൻ മിക്സ് എടുത്താൽ വിത്തിൻ എ വീക്ക് നമുക്ക് അവരുടെ എക്സസൈസ് പെർഫോമൻസ് ഡബിൾ ആകും. ഓക്കെ, പിന്നെ കാർഡിയാക് ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആകും. ഓക്കെ, ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ആകും, ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ആകും. ഓക്കെ, കിഡ്നി ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാം കംപ്ലീറ്റ്, എല്ലാ ഹെൽത്ത് സിസ്റ്റം കംപ്ലീറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു നോർമൽ പേഴ്സൺ ഒരു ബോക്സ് എടുത്തിട്ട് they can use it for ഒരു 48 days അല്ലെങ്കിൽ ഒരു 90 days. Then every 3 months ഒരു ബോക്സ് you can consume. That is a standard dosage. എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് ഉണ്ടെങ്കിൽ you can either take it for 6 months ഒരു 6 മാസം അല്ലെങ്കിൽ മാക്സിമം 1 year. Then you can stop. Okay, based on a improvement health condition നോക്കിയിട്ട് നമുക്ക് പ്രൊമോട്ട് യു കൻ കൺസ്യൂം. ഓക്കെ, പിന്നെ കൂടുതൽ ഈ പ്രോഡക്റ്റ് ആർക്കാ പ്രൊമോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ
സിക്നസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റം പ്രോബ്ലം ഉള്ള പേഷ്യൻസ് കാണും. ഫോർ എക്സാമ്പിൾ സിവിയർ ഹൈപ്പർ ടെൻഷൻ കാണും, ഒന്ന് ഡയബറ്റീസ് കാണും, കിഡ്നി പ്രോബ്ലം, ക്രിയാറ്റിനിൻ അങ്ങനത്തെ പ്രോബ്ലം കാണും. 3 അടുത്തത് ലങ്സ് പ്രോബ്ലം കാണും. ഓക്കെ, മൾട്ടിപ്പിൾ ഇൽനെസ്. അവർക്ക് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ പ്രൊമോട്ടിങ് ദിസ് എലിക്സർ മിക്സ്. ഓക്കെ, വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ യു ഹാവ് ടു ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എ ആയുർവേദിക് ഫിസിഷ്യൻ. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കണം. ഓക്കെ, വെറും ഒരു പ്രോബ്ലം മാത്രമുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൽ പ്രോബ്ലം, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, കുട്ടികളില്ലാത്ത പ്രോബ്ലം, ഹൈപ്പർ ടെൻഷൻ മാത്രമുണ്ട്, ഡയബറ്റീസ് മാത്രമുണ്ട്, അല്ലെങ്കിൽ ലങ് ഇഷ്യൂസ്, COPD, അല്ലെങ്കിൽ ആസ്മ, ജിസിങ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് ഒരു ആർക്ക് വേണമെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ 2-3 ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാർക്ക് യു ഹാവ് ടു ടേക്ക് ഒരു ഡോക്ടേഴ്സിന്റെ ഹെൽപ്പ്. നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കാം. ഓക്കെ, അത് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ബാക്ക് ഫയർ ആകുന്നുണ്ട്. ചില കേസസിൽ വളരെ വീക്ക് ആകുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, കാരണം ഇതില് ഡോസേജ് ഒരു എന്താന്ന് വെച്ചാൽ അക്യൂറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് 1.5 ഗ്രാം പൗച്ച് പൗഡറായി ഉള്ളതുകൊണ്ട് കാൽക്കുലേറ്റഡ് ഡോസേജ് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ 100 മില്ലിഗ്രാം കറക്റ്റ് എടുക്കണം പറ്റത്തില്ല. ഓക്കെ, അത് പ്ലസ് ആർ മൈനസ് കാണും. പിന്നെ നല്ല മധുരം ആയതുകൊണ്ട് ആൾക്കാർ ചിലപ്പം ഇതിന്റെ പൊട്ടൻസി മനസ്സിലാക്കാതെ കൂടുതൽ എടുക്കാനും ചാൻസസ് ഉണ്ട്. അപ്പം കോംപ്ലിക്കേഷൻ ആകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഡോസേജ് വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കണം. ഓക്കെ, സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ദെൻ കൂടുതൽ പ്രോബ്ലം ഉള്ള പ്രശ്നമുള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനോ കൊടുക്കുമ്പോൾ യു ഹാവ് ടു ഹാവ് എ കൺസൾട്ടേഷൻ വിത്ത് ദ ഡോക്ടർ. ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ വേണം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ മെയിൻ 2-3 ഈ ഏരിയയിൽ മാത്രം നമുക്ക് പ്രൊമോട്ട് ചെയ്താൽ പ്രോഡക്റ്റ് സെയിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കും. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് കമ്പനി നമുക്ക് മോർ ദാൻ 12 years മാർക്കറ്റിലുണ്ട്. സോ ഇറ്റ്സ് എ ടൈം ടെസ്റ്റഡ് ആൻഡ് ടൈം ട്രസ്റ്റഡ് പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റ് ഒന്നല്ല. ഓക്കെ, നമുക്ക് ഇന്ത്യ മാത്രമല്ല അബ്രോഡിലും കസ്റ്റമേഴ്സ് ഉണ്ട്. കുറെ കൺട്രീസിന് പ്രോഡക്റ്റ് അയക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രോഡക്റ്റ് ഈസ് 100% സേഫ്. ഓക്കെ, നേച്ചുറൽ. കാരണം ഒരു ഫോറിൻ കൺട്രിയിലൊക്കെ അയക്കുമ്പോൾ അങ്ങനെ എല്ലാ മരുന്നും നമുക്ക് അയക്കാൻ പറ്റത്തില്ല. കാരണം ഡൗട്ട്സ് വന്നെങ്കിൽ അവര് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, കാരണം ഇത് സബ്ലിംഗ്വൽ റൂട്ട്, നാവിന്റെ അടി വെച്ച് കഴിക്കണം. നമ്മുടെ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്കാര് സ്കാൻ ചെയ്യും, അവർക്ക് ഡൗട്ട് വരും, ചിലപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണോ. ഓക്കെ, അങ്ങനെ 1-2 കൺട്രിയിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് കസ്റ്റംസിൽ പിടിച്ചു വെച്ച് അവരുടെ ടെസ്റ്റിംഗ്, ഗവൺമെന്റ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ അവർ ടെസ്റ്റ് ചെയ്തു. അപ്പം അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സേഫ്, 100% നേച്ചുറൽ ഐറ്റം ആൻഡ് സോഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര കോൺക്രീറ്റ് ആയിട്ട് പറയുന്നത് 100% നേച്ചുറൽ എന്ന് പറയാൻ കാരണം. ഓക്കെ, നമ്മൾ മാത്രം, കമ്പനി മാത്രമല്ല ടെസ്റ്റ് ചെയ്ത്, ഈവൻ സം നേഷൻസ്, സം ഫോറിൻ കൺട്രീസ് അവര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പർട്ടിക്കുലർലി ഇസ്ലാമിക് കൺട്രീസ്. ഓക്കെ, സോ അതുകൊണ്ട് വളരെ സേഫ് ആയ പ്രോഡക്റ്റാ, നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഓവർ ടു സെബാസ്റ്റ്യൻ സാർ. Host, please unmute the mic of Mr. Padma Sebastian. Sarum more than 30 years experience marketing അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫീൽഡിലുണ്ട്. സെബാസ്റ്റ്യൻ സാർ ഈസ് ഫ്രം കൊല്ലം. സാർ ഇപ്പം ബിസിനസ് പ്ലാൻ എടുക്കും. ഓക്കെ, ഓവർ ടു സെബാസ്റ്റ്യൻ സാർ. பத்மா செபாஸ்டியன், அதை கொஞ்சம் இது பண்ணுங்க சார்.
സാർ ഗുഡ് ഈവനിങ്. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെബാസ്റ്റ്യൻ സാർ. சார் அவருக்கு மைக் மியூட் பண்ண முடிய மாட்டேங்குது. மைக் அன்மியூட் பண்ண முடிய மாட்டேங்குது சார் அவருக்கு. சார் நான் ஒரு அன்மியூட் ஆப்ஷன் கொடுக்குறேன். அப்படியே அவர் அந்த பாப்பப்ல டச் பண்ணா கூட ஓகே. அன்மியூட்ல ஒரு பாப்பப் மெசேஜ் சார் இப்ப ட்ரை ചെയ്ത് നോക്കി. ഹലോ ഓക്കെ റൈറ്റ്. ഓക്കെ ഗുഡ് ഈവനിങ് സാർ. താങ്ക് യു സാർ. സോളമൻ സാർ. അപ്പൊ സോളമൻ സാറ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളത് പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയാം. ഇപ്പൊ നമ്മുടെ അഡ്രസ് പ്രൂഫ്, പാൻ കാർഡ്, ഫോൺ നമ്പർ, ഇമെയില് കൊടുത്ത് ജോയിൻ ചെയ്യാം. നമ്മുടെ ജോയിനിങ് ഫീസ് 500 രൂപ, 5000 രൂപയാണ്. നമുക്ക് 5000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ 6300 രൂപ വരത്തുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ഇത് പുവർ ബൈനറി ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൈനറിയിൽ 2 പേരെ നമ്മൾ റെഫർ ചെയ്യണം. 2 പേരെ റെഫർ ചെയ്യുമ്പോൾ ഒരാളെ റെഫർ ചെയ്യുന്നതിന്, അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് 5000 രൂപയാണ്. ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ റെഫർ ചെയ്യുമ്പോഴും നമ്മൾ 5000 രൂപയാണ് വാങ്ങിക്കുന്നത്. 5000 രൂപയ്ക്ക് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് തന്നെ നമുക്ക് 5000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പൊ 10000 രൂപയുടെ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 പേരെ റെഫർ ചെയ്യുമ്പോൾ 10000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. 10000 രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ 10000 രൂപയുടെ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് റെഫറൽ റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നു. അപ്പൊ 10000 രൂപയ്ക്ക് ബിസിനസ് ചെയ്യുമ്പോൾ 10000 രൂപ തന്നെ കമ്മീഷൻ കിട്ടുന്ന മറ്റൊരു കമ്പനി നമുക്കില്ല. അതുപോലെ തന്നെ ബൈനറി ആണ്. ബൈനറി കമ്മീഷൻ എന്ന് പറയുന്നത് 500 രൂപയാണ്. പെയർ കമ്മീഷൻ 500 രൂപയാണ്. അപ്പൊ നമ്മൾ 2 പേരെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് റെഫറൽ കമ്മീഷനായിട്ട് തന്നെ 500 1000 രൂപ കിട്ടുന്നു. ബൈനറി കമ്മീഷൻ 500 രൂപയും കിട്ടുന്നു. അപ്പം 1500 രൂപ കാഷായിട്ടും കിട്ടുന്നു. 10000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അതായത് 10000 രൂപയുടെ ബിസിനസ് നമ്മൾ കൊടുക്കുമ്പോൾ 10000 രൂപയുടെ പ്രൊഡക്റ്റും 1500 രൂപ കാഷായിട്ട് നമുക്ക് കിട്ടും. ഒരു ബൈനറി ആണ്, അൺലിമിറ്റഡ് ആണ്. നമ്മൾ എത്ര പെയർ കൊണ്ടുവന്നാലും ആ പെയറിന്റെ മൊത്തം കാഴ്ചയും അന്ന് തന്നെ കിട്ടുന്നു. വാഷ് ഔട്ട് ഇല്ല. അവരെ പവർ സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ നമ്മൾ 10000 രൂപയുടെ ബിസിനസ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ 10000 രൂപ കിട്ടും. അല്ലെ 1 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും കിട്ടും. പക്ഷേ ഇവിടെ 10000 രൂപ നമുക്ക് ബിസിനസ് വരുമാനമായിട്ട് കിട്ടുമ്പോൾ മാത്രം നമ്മൾ റീപർച്ചേസ് ചെയ്യണം. അതായത് മറ്റ് കമ്പനികളിൽ, പല കമ്പനികളിലും മന്ത്ലി റീപർച്ചേസ് ഉണ്ട്. അത് 2000 രൂപയെ കിട്ടിയുള്ളതിലും 500 രൂപ കിട്ടിയുള്ളതിലും അവൻ മന്ത്ലി റീപർച്ചേസ് ചെയ്തിരിക്കണം. എന്നാൽ ഇവിടെ 10000 രൂപ നമ്മൾ വരുമാനം വാങ്ങിക്കുമ്പോൾ മാത്രം റീപർച്ചേസ് ചെയ്താൽ മതി. അവിടെയും മറ്റൊരു നേട്ടമുണ്ട്. 5000 രൂപയുടെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 10000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബൈനറി കമ്മീഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ 5000 രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ, റീപർച്ചേസ് ചെയ്യുമ്പോൾ 10000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു.
കൂടാതെ 500 രൂപ പെയർ കമ്മീഷൻ കിട്ടും. ഇത് അൺലിമിറ്റഡ് ആണ്. അതായത് ബൈനറി കമ്മീഷൻ അൺലിമിറ്റഡ് ആണ്, സീലിംഗ് ഇല്ല, മന്ത്ലി ടാർജറ്റ് ഇല്ല, അതോടൊപ്പം പവർ സൈഡ് കാരി ഫോർവേഡ് ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന്, നമുക്കിത് ടോപ്പ് അപ്പ് ചെയ്ത് 21,000 സൈറ്റിലേക്ക് പോകാം. ഇവിടെ 10,000 രൂപ ഇൻകം വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ റീപർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ 21,000 രൂപയുടെ ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 9 പ്രൊഡക്റ്റ്, അതായത് 45,000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. 45,000 രൂപയുടെ പ്രൊഡക്റ്റും കിട്ടുന്നു. അതുപോലെ തന്നെ പെയർ കമ്മീഷൻ ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഇവിടെ നമുക്ക് 500 രൂപയാണ് പെയർ കമ്മീഷൻ തരുന്നതെങ്കിൽ 21,000 സൈറ്റിലേക്ക് നമുക്ക് 1000 രൂപയാണ് പെയർ കമ്മീഷൻ. അവിടെ സീലിംഗ് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ എന്നാണോ 2 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ റീപർച്ചേസ് ചെയ്താൽ മതി. മറ്റൊരു കാര്യം, 500 രൂപയുടെ പെയറിന്, അതായത് 5,000 രൂപയുടെ ജോയിനിങ്ങില് അല്ലെങ്കിൽ ബൈനറിയില് നമ്മൾ ഒരു മാസത്തിൽ 2 പേരെ വീതം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 18 മാസം കൊണ്ട്, അതായത് 1.5 വർഷം കൊണ്ട് നമുക്ക് 13 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റും. അതായത് 2 ലക്ഷത്തിന്റെ ആണെങ്കിൽ 26 ലക്ഷം രൂപയും 26 കോടി രൂപയും ഏൺ ചെയ്യാം. അപ്പൊ അങ്ങനെ 39 കോടി രൂപയിൽ കൂടുതൽ 1.5 വർഷം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാനാണ്. അപ്പൊ പ്രൊഡക്റ്റ് നല്ലതാണ്, പ്ലാൻ നല്ലതാണ്, അൺലിമിറ്റഡ് സീലിംഗ് ആണ്, അതുപോലെ പവർ സൈഡ് കാരി ഫോർവേഡ് ചെയ്യും, മന്ത്ലി ടാർജറ്റ് ഇല്ല. അങ്ങനെ നല്ലൊരു പ്ലാനാണ് നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൂർ പാക്കേജ് ഉണ്ട്. അതായത് 20-ാം തീയതിക്ക് മുമ്പ് നമ്മള് 10 റെഫറലോ അല്ലെങ്കിൽ ടീമിൽ 5 ലെഗിൽ നിന്ന് 25 പേരോ ജോയിൻ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് 30-31 തീയതികളിൽ അട്ടപ്പാടിയിൽ വെച്ച് നല്ലൊരു 2 ദിവസത്തെ ടൂർ പാക്കേജിങ് കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിൻ ചെയ്യാൻ പറ്റും. നല്ലൊരു പ്ലാനാണ്, നല്ലൊരു പാക്കേജാണ്. അതിലെല്ലാവരും ശ്രമിക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്.
ഓ